Good afternoon. പിന്നെ 11 പേരെ ഉണ്ടായിരുന്നല്ലോ ക്ലാസ്സില്. ഒരു ക്ലാസ്സിലേക്ക് പോയതാണോ? പെൺകുട്ടികൾ കുറവായിരുന്നോ? ഓക്കെ, ഓരോ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പോയോ? ഓക്കെ ഓക്കെ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതെ, കുട്ടികൾ കുറഞ്ഞു വരികയാണല്ലോ. ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റ് എത്തിയതുകൊണ്ടാണോ 4th മൊഡ്യൂളിലേക്ക്? ഓക്കെ, എന്തായാലും നമ്മുടെ സ്ഥിരം കയറുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, അനു, പ്രവീണ, റിബീന, ദിവ്യ, സുചിത്ര, അർച്ചന, അശ്വതി, എല്ലാവരും ഉണ്ട്. ഞാൻ നോക്കാറുണ്ട് നമ്മുടെ സ്ഥിരം കയറുന്ന പിള്ളേരൊക്കെ ഇല്ലെന്ന് നോക്കിയിട്ട് നോക്കാറുണ്ട്. ഓക്കെ, അവരൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ജസ്റ്റ് ബ്രേക്ക് എടുക്കാൻ പോയവരൊക്കെ ആണെങ്കിൽ കൊണ്ട് വരട്ടെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു മെഡിക്കൽ ഇൻഷുറൻസ് എവിടെ വരെ പറഞ്ഞു നിർത്തി? നമ്മള് എവിടെ പറഞ്ഞു നിർത്തിയത്? കവറേജുകളാണ് അല്ലെ? അതെ, കവറേജുകളാണ് പറഞ്ഞു നിർത്തിയത്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന, RSBYയുടെ കാര്യമായിട്ട് പറഞ്ഞത് RSBY കാർഡ് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, അവിടെയല്ല നമ്മൾ പറഞ്ഞു നിർത്തിയത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന. ഓക്കെ, ബീമ യോജന വരെയാണ് പറഞ്ഞത്. യെസ്. ഓക്കെ, ഇനി അടുത്തത് എക്സാമ്പിൾസ് ആണ് കേട്ടോ. എക്സാമ്പിൾസ് ഫോർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, അതിന് എക്സാമ്പിളുകളാണ് കേൾക്കുന്നത്. അപ്പൊ അതായത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽസിനും ഫാമിലിക്കും ഒക്കെ ആയിട്ട് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള വിവിധ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്രധാനപ്പെട്ട പോളിസികളാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്രധാനപ്പെട്ട പോളിസികളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. പ്രധാന പോളിസികളാണ് ഈ ലിസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ പോളിസിയാണ്? എക്സാമ്പിൾസ് ഫോർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ, അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ. ജസ്റ്റ് പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ ഏതൊക്കെയാണെന്നാണ്. ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ, റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ്, ഭാരതി ആക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ. ഈ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് ആ പേരുകളാണ് തന്നേക്കുന്നത്. ഇൻഷുറൻസ് പ്ലാനിന്റെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല. ഏതൊക്കെയാണെന്ന് പ്ലാൻ മാത്രം നോക്കി വെക്കാം. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ, റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ്, ഭാരതി ആക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ. ഇനി അടുത്തൊരു സെക്ഷൻ ആയിട്ട് തന്നെയാണ് എന്താണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, TPA എന്ന് പറയും. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിലെ ഒരു TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. എന്താണ് ഈ TPA അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? അപ്പൊ അവിടെ ഇങ്ങനെ ചോദിക്കും കേട്ടോ, എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. എക്സ്പാൻഡ് TPA റിലേറ്റഡ് ടു ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് TPA എന്ന് പറയുന്നത് ആരാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇനി TPA എന്ന് പറഞ്ഞ എന്താ? ഈസ് എ കമ്പനി ഓർ ഏജൻസി ഓർ ഓർഗനൈസേഷൻ. അതൊരു കമ്പനി ആകാം, ഏതെങ്കിലും ഇൻഷുറൻസിന്റെ ഏജൻസികളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ആവാം. അതിന് എന്തുണ്ടാകും? ദാറ്റ് ഹോൾഡ് എ ലൈസൻസ് from Insurance Regulatory Development Authority, IRDA എന്ന ഇൻഷുറൻസിന്റെ ലൈസൻസ് കിട്ടുന്ന, ലൈസൻസ് പിടിച്ചിട്ടുള്ള ഏതെങ്കിലും കമ്പനിയോ ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനോ ആകാം TPA എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? TPA ആരാ? is a company or agency or organization that holds a license from Insurance Regulatory Development Authority. IRDA യിൽ നിന്ന് ഇൻഷുറൻസ് ഹോൾഡ് ചെയ്യാനുള്ള ആ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഓർഗനൈസേഷനോ ഏജൻസിയോ കമ്പനിയാണ് TPA എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ ആ സെന്റൻസ്.
TPA എക്സ്പാൻഡഡ് ഫോം പഠിക്കണം, പിന്നെ TPA എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതും പഠിക്കാം. എന്തിൽ നിന്നാണ് അതും നോക്കാം കേട്ടോ. IRDAA എക്സ്പാൻഡഡ് ഫോം നോക്കണം. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റീസ്. അതിൽ നിന്ന് ഇൻഷുറൻസ് നമുക്ക് എന്താണ് ലൈസൻസ് ഉള്ള ആള്, ഇൻഷുറൻസ് കൊടുക്കാനായിട്ട് ലൈസൻസ് ഉള്ള ഏജൻസിയോ കമ്പനിയോ ഓർഗനൈസേഷൻ ആണ് TPA. Okay, to process claims in addition to providing cashless facility as an outsourcing entity of a health insurance company and the selection of high quality hospitals for insurance companies. Okay, അപ്പൊ ഇതിന് പുറമെ എന്താണ് ഉയർന്ന നമ്മളിപ്പോ പറഞ്ഞു എന്താണ് ലൈസൻസ് കൊടുക്കാനായിട്ട് ഇൻഷുറൻസ് കൊടുക്കാൻ ലൈസൻസ് ഉള്ള കമ്പനിയോ ഓർഗനൈസേഷനോ ഏജൻസിയോ അല്ലെങ്കിൽ കമ്പനിയോ ആണ് TPA എന്ന് പറയുന്നത്. ഇനി അവരെന്താ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ക്ലെയിം പ്രോസസ് ചെയ്യുക, ക്യാഷ്ലെസ് സൗകര്യങ്ങൾ ഒരുക്കുക. ക്ലെയിം എന്തൊക്കെയാണ് അതിന്റെ ഒപ്പം ചെയ്യണേന്നാട്ടോ. ടു പ്രോസസ് ക്ലൈംസ് ഇൻ അഡീഷൻ ടു, ക്ലൈം പ്രോസസ് ചെയ്യുക, ഇൻഷുറൻസ് ക്ലൈമിന്റെ കാര്യങ്ങളൊക്കെ നടത്തുക. ഏതിന്റെ ഒപ്പം? ഇൻ അഡീഷൻ ടു പ്രൊവൈഡിങ് ക്യാഷ്ലെസ് ഫെസിലിറ്റിക്ക് പുറമെ മികച്ച ഹോസ്പിറ്റൽ ക്യാഷ്ലെസ് സൗകര്യങ്ങൾ ഒരുക്കുക. ആൻഡ് ഔട്ട്സോഴ്സിംഗ് എൻറ്റിറ്റി ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ആൻഡ് സെലക്ഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ. ഈ ഹൈ ക്വാളിറ്റിയിലുള്ള ഹോസ്പിറ്റലുകളിലെ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഔട്ട്സോഴ്സിംഗ് സ്ഥാപനമായിട്ടുള്ള ആ ഒരു ക്യാഷ്ലെസ് ഫെസിലിറ്റികൾ നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനിയിൽ ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുന്നതിനും പുറമെ ഏതാണ് IRDAയിൽ നിന്ന് ഇൻഷുറൻസ് കൊടുക്കാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുള്ള കമ്പനിയോ ഏജൻസിയോ ഓർഗനൈസേഷനോ ആണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ. ഒറ്റ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒറ്റ സെന്റൻസ് ആയിട്ടാണ് തന്നേക്കുന്നത്. നിങ്ങൾ ഇവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. IRDAയുടെ വരെയും അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ 2 ക്വസ്റ്റ്യൻ നോക്കാം. TPA എന്താണ്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആ ഫസ്റ്റ് അവിടെ വരെയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ടു പ്രോസസ് ദ ക്ലെയിം. ഓക്കെ, അതോറിറ്റി വരെയും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി. ഇനി ഈ TPAയുടെ ഫംഗ്ഷൻ നോക്കിയേ. TPA's function as an intermediary between the insurance provider and the insured. ഇനി എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കാണ്. ആരൊക്കെ തമ്മില്? ഒരു ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സും ഇൻഷുറും തമ്മില് എന്താണ് അതിനെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട്, അതിനെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ആളാണ് TPA എന്ന് പറയുന്നത്. ഇപ്പൊ ഞാന് ഒരു ഇൻഷുറൻസ് എടുക്കാണ്, അത് നേരിട്ട് കമ്പനി ഇതല്ല, ഒരു TPA വഴിയാണ്. അപ്പൊ ഏജൻസി വഴിയാണ്, ഇൻഷുറൻസ് ഏജൻസിയാണ്. അപ്പൊ അത് ആ കമ്പനിയുടെയും എന്റെയും ഇടയിൽ നിൽക്കുന്ന ആളാണ് ആര്? TPA എന്ന് പറയുന്നത്. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നവര്, ഇൻഷുറൻസ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി അല്ലെ, ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിനും ഇൻഷുർഡിനും ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് TPA എന്ന് പറയുന്നത്. ഓക്കെ, TPA. ഓക്കെ, ആളിനും ഇൻഷുറൻസ് എടുക്കുന്ന ആള് അല്ലെ, ഇൻഷുറൻസ് എടുക്കുന്ന ഇൻഷുർഡിനും ആരാണ്? ഇൻഷുറൻസ് പ്രൊവൈഡറിനും ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് TPA. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട്. The stakeholders involved are the follows. ഇനി TPAയുടെ stakeholders, ഓഹരി ഉടമകൾ ആരൊക്കെയാണ് TPAയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? Stakeholders involved as follows. ആ TPAയുടെ stakeholders അത് മൂന്നും ഒന്ന് ടിക്ക് ഇടണം കേട്ടോ. Stakeholders of TPA is include dash അങ്ങനെ ചോദിക്കാം. ആരൊക്കെയാണ്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ. ആരൊക്കെ ഉള്ളതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഇൻഷുറൻസ്, അതായത് ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി. ഇനി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ഹെൽത്ത് കെയർ നമുക്ക് നൽകുന്നത് ആരാണ്?
ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന ആരാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്? നമുക്ക് ഹെൽത്ത് കെയർ തരുന്ന ആരാണ്? ഹെൽത്ത് കെയർ നൽകുന്നോ? നമുക്ക് ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണം നൽകുന്നത് ആരാ? അതാരാ? ഇൻഷുറൻസ് തരുന്നതാണ് കമ്പനി. ഓക്കെ. ഇനി ഹെൽത്ത് കെയർ നമുക്ക് തന്നെ ആരാ? ഡോക്ടർ. ഓക്കെ. ഹോസ്പിറ്റൽ. ഓക്കെ. ഹോസ്പിറ്റൽ ആണ്. അവിടെ ഒന്ന് എഴുതി വെച്ചാൽ വേണമെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ ആരാണ്? ഹോസ്പിറ്റല്. പിന്നെ പോളിസി ഹോൾഡർ എന്ന് പറഞ്ഞ ആരാണ്? പോളിസി ഹോൾഡർ ആരാ? പേഷ്യന്റ്. പോളിസി ഹോൾഡർ, ആ പോളിസി എടുത്ത ആളാരാണ്? പേഷ്യന്റ് അല്ലേ? പേഷ്യന്റ്. അപ്പൊ ഇത് മൂന്നും TPA സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഓഹരി ഉടമകൾ ആരൊക്കെയുണ്ട് TPA വരുന്നത്? TPA സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. TPA സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓഹരി പങ്കാളി എന്ന് പറയാം. TPA ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്? ഇൻഷുറൻസ്, അതായത് കമ്പനി ഉണ്ട്, ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലുണ്ട്, പോളിസി ഹോൾഡർ, പേഷ്യന്റ്. ഇവര് മൂന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ലേ TPA പ്രവർത്തിക്കുന്നത് അല്ലെ? ഇവര് മൂന്നുപേര്, ഇൻഷുറൻസ് കമ്പനിയും പേഷ്യന്റും ഹോസ്പിറ്റലും, ഇവര് മൂന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് TPA പ്രവർത്തിക്കുന്നത്. കിട്ടിയോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ലേ? IRDA വരെ അണ്ടർലൈൻ ചെയ്തു. അവിടെ TPA എന്ന് പറഞ്ഞ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് പറഞ്ഞു. TPA എന്ന് പറഞ്ഞ ഒരു കമ്പനിയോ ഏജൻസിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ആകാം. ലൈസൻസ് ഉള്ളത്, ഇൻഷുറൻസ് കൊടുക്കാൻ ലൈസൻസ് ഉള്ള കമ്പനിയോ ഏജൻസിയോ ഓർഗനൈസേഷനോ ആകാം TPA. TPAയുടെ എക്സ്പാൻഡഡ് ഫോം എന്താ പറഞ്ഞത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഇനി എന്താണ്? ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിന് ഇൻഷുർഡിന് ഇടയില് ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് TPA എന്ന് പറയുന്നത് കേട്ടോ. TPA's function as an intermediary between insurance provider and insured. ഇൻഷുർഡിനും ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ് TPAs എന്ന് പറയുന്നത്. ഇനി അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്, പോളിസി ഹോൾഡർ ഉണ്ട്. പോളിസി ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യന്റ്. ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകള്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി. ക്ലിയർ അല്ലേ മൂന്നും? ഇനി എന്താണ് അവിടെ TPA? Who all are there in TPA? ഇനി TPA ആരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന്, and what do they do? അവരെന്താ ചെയ്യുന്നതെന്ന്. According to the regulations of IRDA, TPA should have maintained their own in-house medical doctors. ഇനി TPAയുടെ കസ്റ്റഡിയിൽ ആരൊക്കെയുള്ളേ? TPA ആരൊക്കെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നേ? നോക്കിയേ, മെഡിക്കൽ ഡോക്ടർ. എങ്ങനെയുള്ളത്? രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അതില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെഡിക്കൽ ഡോക്ടർ ഉണ്ട്. അപ്പൊ അത് ചോദിക്കാം കേട്ടോ. TPA should have maintained. TPA ആരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ഡോക്ടറെ, മെഡിക്കൽ ഡോക്ടറെ, ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ലീഗൽ എക്സ്പേർട്ടുകള്, ഇൻഷുറൻസ് കൺസൾട്ടന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽ ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. ഇവരെയൊക്കെ ഈ TPA അവരുടെ ഇൻഹൗസില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ ഹൗസില്. അപ്പൊ അതായത് അവരുടെ കൂടെ, TPAയുടെ കൂടെ ഉള്ളതാണ്. ഇപ്പൊ TPAക്ക് ഈ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ വേഗം നടത്തി കൊടുക്കണമെങ്കിൽ ഇവരെയൊക്കെ അതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇവരെയൊക്കെ പരിപാലിക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. TPA have maintained. അതൊന്ന് നോട്ട് ചെയ്തോ. ഇൻഹൗസ് മെഡിക്കൽ ഡോക്ടർ, hospital managers, legal expert, insurance consultant, information technology professional, management consultant. The team of these professionals liaison between customer for streamlining the claim process and make sure that there are no false claims and also limit unwanted treatment, thus enhancing quality of service, which eventually leads to lower insurance premium. ഇനി എന്താ ചെയ്യുന്നത് നോക്കി.
ഈ ടീം, ദ ടീം ഓഫ് ദി പ്രൊഫഷണൽ ലിയസൺ വിത്ത് ആരുമായിട്ട് ബന്ധമുണ്ട്? കസ്റ്റമേഴ്സുമായിട്ട്. ഈ TPA ആ ടീം ഇവർക്ക് ആരുമായിട്ട് ഈ ഒരു കസ്റ്റമേഴ്സിന്റെ ഒരു ലിയസൺ എന്ന് പറഞ്ഞ ബന്ധം വിത്ത് കസ്റ്റമേഴ്സ് ഫോർ എന്തിനു വേണ്ടി? സ്ട്രീം ലൈനിങ് ദ ക്ലൈം പ്രോസസ്. ക്ലൈം പ്രോസസ് സ്ട്രീം ലൈൻ ചെയ്തതെന്ന് വെച്ചാൽ എന്താ? ലളിതമാക്കാൻ, കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ. The team of this professional liaison with the customers ആയിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ഈ ക്ലൈം പ്രോസസ് ലളിതമാക്കാൻ. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ്, പിന്നെ എന്താണ്, അവിടെ ഒരു തെറ്റായിട്ടുള്ള ക്ലൈംസ് ഒന്നും അവര് നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കാൻ. ആൻഡ് ഓൾസോ ലിമിറ്റ് അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ്, അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അതിനെ പരിമിതപ്പെടുത്താൻ. ദസ് എൻഹാൻസിങ്, എന്ത് മെച്ചപ്പെടുത്താൻ? ക്വാളിറ്റി ഓഫ് സർവീസസ്, സർവീസിന്റെ ക്വാളിറ്റി ഇതൊക്കെ മെച്ചപ്പെടുത്താൻ. വിച്ച് ഇവൻച്വലി ലീഡ്സ് ടു, അപ്പൊ അതെന്താണ്? ഇതെല്ലാം ഇതിലേക്ക് നയിക്കും ലോവർ ഇൻഷുറൻസ് പ്രീമിയം. ഒരു ഒടുവില് അത് കുറഞ്ഞ ഒരു ഇൻഷുറൻസ് പ്രീമിയത്തിലേക്ക് കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കസ്റ്റമേഴ്സുമായിട്ട് ഈ ടീം ഓഫ് ദീസ് പ്രൊഫഷണൽസ് ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ക്ലൈം പ്രോസസ് ലളിതമാക്കാൻ, പിന്നെ തെറ്റായിട്ടുള്ള ക്ലൈംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കാൻ, പിന്നെ അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഒഴിവാക്കാൻ, പിന്നെ ക്വാളിറ്റി ഓഫ് സർവീസ് മെച്ചപ്പെടുത്താനായിട്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തിലേക്ക് നയിക്കും? ഇതെല്ലാം എന്തിന് കാരണമാകും? ലോവർ ഇൻഷുറൻസ് പ്രീമിയം അതിലേക്ക് നയിക്കും. TPA accept fees from the insurance provider, which is percentage of the premium and is normally 5.5% of the premium amount. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. ഇത് TPA ഇനി വെറുതെ ചെയ്യുന്ന കാര്യമാണോ? TPA ആ ഏജൻസി വെറുതെ ചെയ്യുന്ന കാര്യമാണോ? വെറുതെ അല്ല. അവരെന്ത് ചെയ്യുന്നു? കുറച്ച് ഫീസ് ഇൻഷുറൻസ് കമ്പനിന്ന് മേടിച്ചിട്ടാ ചെയ്യലേന്ന്. കണ്ടോ? The TPA accept fees from insurance provider. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? കമ്പനി അല്ലെ? ഇൻഷുറൻസ് കമ്പനിന്ന് കുറച്ച് ഫീസ് മേടിക്കും അവര്. വിച്ച് ഈസ് ദ പെർസെന്റേജ് ഓഫ് എ പ്രീമിയം. പ്രീമിയത്തിന്റെ ഒരു പെർസെന്റേജ് നോർമലി, അതായത് 5.5% ഓഫ് ദ പ്രീമിയം എമൗണ്ട്. എത്രയാണോ ആ പ്രീമിയം എമൗണ്ട് അതിന്റെ 5.5% ഫീസ് TPA മേടിക്കും. മനസ്സിലായോ? TPA മേടിക്കും. പ്രീമിയത്തിന്റെ എത്രയാണ്? ഇപ്പൊ നമ്മൾ പ്രീമിയം അടയ്ക്കൂലേ കമ്പനിക്ക്? ഓരോ മാസവും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ആള് പ്രീമിയം അടയ്ക്കൂലേ? ആ പ്രീമിയത്തിന്റെ പ്രീമിയം എമൗണ്ടിന്റെ 5.5% TPA ഫീസ് മേടിക്കും. അല്ലാതെ TPA വെറുതെ ചെയ്യുന്നതല്ല. ഈ ഏജൻസികള് വെറുതെ നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ ഇതല്ല, ഇതിന്റെ ഇടയിൽ നിൽക്കുന്നതല്ലേ. കമ്പനിക്കും ആളുകളുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ആളാ TPA എന്ന് പറയുന്നത്. അപ്പൊ TPA ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത്, ഇൻഷുറൻസ് പ്രൊവൈഡറിൽ നിന്നും 5.5% ഇതിന്റെ ആ പ്രീമിയം എമൗണ്ട്, നമ്മൾ കൊടുക്കുന്ന പ്രീമിയം ഇല്ലേ, ആ എമൗണ്ടിന്റെ 5.5% ഇൻഷുറൻസ് പ്രൊവൈഡറിൽ നിന്ന് ഫീസ് സ്വീകരിക്കും. അണ്ടർലൈൻ ചെയ്തോ? അത് ആ പോയിന്റ്, ആ പെർസെന്റേജ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. 5.5% ഓഫ് ദ പ്രീമിയം എമൗണ്ട്. The TPAs accept fees from the insurance provider. എത്രയാണ്? 5.5% of the premium amount. ഒരു പ്രീമിയം എമൗണ്ടിന്റെ 5.5% ഫീസ് അക്സെപ്റ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അണ്ടർലൈൻ ചെയ്തോ അത് ആ പെർസെന്റേജ് ഒന്ന്? ഇനി yes. What is the role of TPA in health insurance? In health insurance, TPA യുടെ റോൾ എന്താണ്? The role of TPA in health insurance can be understood by the following points. താഴെ പറയുന്ന പോയിന്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ TPA എന്താന്നൊക്കെ? The connection between insurance company and policy holder. അല്ലെ, ഇൻഷുറൻസ് കമ്പനിയെയും പോളിസി ഹോൾഡറിനെയും തമ്മിൽ കണക്ട് ചെയ്യാണ്. അല്ലെ, നമ്മളിപ്പോ ഒരു കല്യാണം ആലോചിക്കുമ്പോ ബ്രോക്കർമാരുണ്ട്. ചെറുക്കന്റെ വീട്ടുകാരെയും പെണ്ണിന്റെ വീട്ടുകാരെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാ? ബ്രോക്കർമാരല്ലേ?
അല്ലെ? അതുപോലെ നിൽക്കണേന്ന് ഈ TPA, ആ കമ്പനി, ഇൻഷുറൻസ് കമ്പനി, പോളിസി ഹോൾഡർ, പോളിസി എടുക്കുന്ന ആള് അല്ലെ, അയാളെ തമ്മില് കണക്ട് ചെയ്യുന്നത് ആരാ? TPA ആണ്. അതിന്റെ രണ്ടുപേർക്കും ഇടയിൽ നിൽക്കുന്ന ആളല്ലേ TPA. Okay, connection between insurance company and policy holder, directly or indirectly, the policy holder means the TPS in most of the hospitalization claim cases. So, നമ്മളിപ്പോ ഒരു ക്ലൈം എടുക്കുക, ഒരു ഏജൻസി വഴിയാണ് ഇൻഷുറൻസ് എടുത്തെങ്കിൽ നമ്മൾ ആ ക്ലൈം കേസിന് വേണ്ടിയിട്ട് ആരെ കോണ്ടാക്ട് ചെയ്യുന്നേരെ? ഏജൻസിയുടെ അടുത്തല്ലേ? അല്ലെ? നമ്മൾ ഇതെടുത്ത ഏജൻസിനെ നമ്മൾ നേരെ കോണ്ടാക്ട് ചെയ്യും. The TPA provides the policy holder with a unique identification number. എന്ത് കൊടുക്കും? TPA എന്ത് കൊടുക്കും? പോളിസി ഹോൾഡറിന് എന്ത് കൊടുക്കും? ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇൻഷുറൻസിന് നമ്മുടെ എടുക്കുമ്പോൾ ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കും. അതുപോലെ തന്നെ ഒരു ID കാർഡ്, അല്ലെ? ഏത് ഇൻഷുറൻസ് ആണെന്നുള്ള ഒരു കാർഡില്ലേ, ID കാർഡും കൊടുക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലൈം സെറ്റിൽമെന്റ്. അപ്പൊ ആ ക്ലൈം സെറ്റിൽ ചെയ്യാനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ വേണം. ആ ക്ലൈം സെറ്റിൽ ചെയ്യാനായിട്ട് എന്ത് വേണം? ID കാർഡ് വേണം, അതിനകത്തുള്ള നമ്പർ വേണം. ഐഡന്റിഫിക്കേഷൻ നമ്പറും TPA പോളിസി ഹോൾഡറിന് കൊടുക്കും. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. TPAയുടെ റോളാണ് കേട്ടോ. അപ്പൊ എന്താ നമ്മൾ എഴുതേണ്ട അവിടെ? TPA provides policy holder with a unique identification number and ID card with the help in claim settlement. ഒരു ക്ലൈം സെറ്റിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ID കാർഡും പോളിസി ഹോൾഡറിന് TPA പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യും TPA? റെക്കോർഡ് മെയിൻ്റനൻസ്, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും. TPS aids in maintaining necessary records related to policyholder when they are admitted as patient. ഒരു പേഷ്യന്റ് ആയിട്ട് ആ നമ്മൾ ഇൻഷുറൻസ് എടുത്ത ആൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അവരെ സംബന്ധിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും കണ്ടോ, മെയിൻറ്റെയിനിങ് നെസസറി ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും TPA മെയിൻറ്റെയിൻ ചെയ്യും, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും. രണ്ടാമത്തെ പോയിന്റില് റെക്കോർഡ് മെയിൻ്റനൻസ് ഇട്ടാൽ മതി കേട്ടോ. അവിടെ അതൊന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ഇത് ഫുൾ ഒന്ന് വാരി വലിച്ച് പഠിക്കണ്ട. ഒന്നാമത്തേൽ എന്ത് പറഞ്ഞു? TPA പോളിസി ഹോൾഡറിന് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ID കാർഡും കൊടുക്കും. അതെന്തിനു വേണ്ടി സഹായിക്കുന്നതാണ്? ക്ലൈം സെറ്റിൽമെന്റിന് സഹായിക്കുന്നത്. ക്ലിയർ അല്ലേ? വിച്ച് ഹെൽപ്സ് ഇൻ ക്ലൈം സെറ്റിൽമെന്റ്. ക്ലൈം സെറ്റിൽമെന്റിന് സഹായിക്കുന്ന യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ID കാർഡും കൊടുക്കും. ഇനി രണ്ടാമത് എന്താ പറഞ്ഞ? റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? പോയിന്റ്സ് കുഞ്ഞതാക്കി നോട്ട് ചെയ്താൽ മതി കേട്ടോ. കുഞ്ഞതാക്കി അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അടുത്ത് എന്തിനു സഹായിക്കുന്നു? ക്ലൈം സെറ്റിൽമെന്റ്. അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി. TPA guarantees smooth coordination between the hospital and the insurance company in the course of cashless claim settlement. Cash illade cashless claim settle ille, cashless ആയിട്ട് ഒരു പൈസ പോലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കണ്ട. അങ്ങനെയുള്ളതിന് എന്ത് ചെയ്യുന്നു? ഈ ഹോസ്പിറ്റലും ഇൻഷുറൻസും കമ്പനിയും തമ്മിലുള്ള സ്മൂത്ത് കോർഡിനേഷൻ, സ്മൂത്ത് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ, ഏകോപനം, അത് TPA ഉറപ്പ് നൽകും. അതായത് ക്ലൈം സെറ്റിൽമെന്റിന് TPA സഹായിക്കും. ഇൻ such cases TPA offers back-end support. Back-end support എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം വരെ നിൽക്കുന്ന, എപ്പോഴും അവരെ സമീപിക്കുന്ന ആളുകളില്ലേ, അവർക്ക് ആ ക്ലൈം എന്താ പറയാ, ആ ക്ലൈം കിട്ടുന്നവരെയും ആ ഇൻഷുറൻസ് എമൗണ്ട് അവരുടെ കയ്യിൽ കിട്ടുന്നവരേക്കും TPA സഹായിക്കും. അതായത് എന്തെങ്കിലും ഇടയ്ക്ക് വെച്ച് നിർത്തി പോണതല്ല, എപ്പോഴാണ് അതായത് നമ്മളെ സമീപിക്കുന്ന പേഷ്യൻസിന്റെ അവരുടെ ക്ലൈം സെറ്റ് ചെയ്ത് അവസാനം അവർക്ക് ആ ഒരു പ്രൊസീജിയർ തീരുന്നവരെ അവരുടെ കൂടെ നിൽക്കും. ലാസ്റ്റ് വരെ നിൽക്കുന്നത്. TPA ഓഫേഴ്സ് ബാക്ക്-എൻഡ് സപ്പോർട്ട്. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. മൂന്നാമത്തെ പോയിന്റില് ക്ലൈം സെറ്റിൽമെന്റ് എന്ന് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ TPA ഓഫേഴ്സ് ബാക്ക്-എൻഡ് സപ്പോർട്ട് എന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി ഫുൾ ടൈം സപ്പോർട്ട്. അടുത്ത നോക്കിയാൽ ഫുൾ ടൈം സപ്പോർട്ട്. മോസ്റ്റ് ഓഫ് ദ TPS ഹാവ് എ 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം. Most of the TPA 24/7 customer support system in which the policy holder can raise their enquiries and get feedback. Full time support കൊടുക്കും.
എന്നൊക്കെ TPA 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. 24 അവേഴ്സും 24 മണിക്കൂറും 7 days സപ്പോർട്ട് സിസ്റ്റം ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന്. Which policy holders can raise these enquiries and get feedback. അവസാനം അന്വേഷണങ്ങൾ ഉന്നയിക്കാനും അവിടെ ഫീഡ്ബാക്കുകൾ സ്വീകരിക്കാനും കഴിയും. അതായത് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഫുൾ ടൈം സപ്പോർട്ട്, അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി. പിന്നെ അടുത്തത് അഡീഷണൽ സർവീസും TPA കൊടുക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ TPA ഓൾസോ പ്രൊവൈഡ് അഡീഷണൽ സർവീസസ് സച്ച് ആസ് ആംബുലൻസ് സർവീസ്, മെഡിക്കൽ സപ്ലൈസ് എക്സെട്ര ടു പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. Most of the TPA also provide additional services. കൂടാതെ additional service TPA കൊടുക്കുന്നുണ്ട്. ആംബുലൻസ് സർവീസ്, മെഡിക്കൽ സപ്ലൈസ്, പോളിസി, ഇതൊക്കെ ഏതാണ് പോളിസി ഹോൾഡേഴ്സിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ അതെല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ കുഞ്ഞിലാക്കി ഒന്ന് നോട്ട് ചെയ്താൽ മതി. അത് TPAയുടെ റോൾ എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു TPA ചെയ്യുന്ന റോൾ എന്താണ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റില് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് നോട്ട് ചെയ്താൽ മതി. TPA പോളിസി ഹോൾഡറിന് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ID കാർഡും കൊടുക്കും. പിന്നെ അവരുടെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യും, ക്ലൈം സെറ്റിൽമെന്റിന് ഹെൽപ്പ് ചെയ്യും, ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അഡീഷണൽ സർവീസും കൊടുക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അത്രയും അവിടെ 24/7 കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. TPA ഓഫേഴ്സ് ബാക്ക് എൻഡ് സപ്പോർട്ട്, അതും അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അത്രയും മതി, ഒരുപാടൊന്നും വാരി വലിച്ചു പഠിക്കേണ്ട. അടുത്ത നോക്കിയേ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ എക്സാമ്പിൾസ്. ഈ തേർഡ് പാർട്ടി TPAയുടെ പേരുകളാട്ടോ ഈ പറഞ്ഞേക്കണേ. നമ്മൾ പറഞ്ഞത് ഏജൻസിയാണ്, ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ഇൻഷുറൻസ് ഒക്കെ തരുന്ന ഏജൻസി ഓർഗനൈസേഷൻ ഒക്കെയാണ് TPA. TPA അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ഏജൻസിയുടെ പേരുകളാണ് പറഞ്ഞേക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. യുണൈറ്റഡ് ഹെൽത്ത് കെയർ പാരേഖ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മീഡിയ അസിസ്റ്റന്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ്, MD ഇന്ത്യൻ ഹെൽത്ത് കെയർ TPA സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, Paramount Health Service and Insurance TPA Private Limited, Meditech Service Limited, Heritage Health TPA Private Limited, Focus Healthcare Service TPA Private Limited, Medicare TPA Service Private Limited. ജസ്റ്റ് ഏജൻസിയുടെ പേരുകളാണ് കൊടുത്തേക്കുന്നത്, അതും ഒന്ന് വായിച്ചു വെക്കാം. യുണൈറ്റഡ് ഹെൽത്ത് കെയർ പാരേഖ് TPA Private Limited, Media Assist India TPA Private Limited, MD Indian Healthcare TPA Service Private Limited, Paramount Health Service and Insurance TPA Private Limited, Meditech TPA Service Limited, Heritage Health TPA Private Limited, Focus Healthcare Services TPA Private Limited, Medicare TPA Service Private Limited. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ക്ലൈം പ്രോസസ്സിംഗ് ആണ്. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലൈം സെറ്റിൽ ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരു ഇൻഷുറൻസ് എടുത്തവർക്ക് അറിയാം, നമുക്കൊരു അല്ലെ ആ ക്ലൈം എമൗണ്ട് നമുക്ക് മേടിക്കാനായിട്ട് ഇത്തിരി പാടുണ്ട്. വെറുതെ നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയി വായം കൊണ്ട് എനിക്ക് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലൈം നമുക്ക് ഇൻഷുറൻസ് ക്ലൈം കിട്ടില്ല അല്ലെ, ആ എമൗണ്ട് നമുക്ക് കിട്ടില്ല. അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഇത് ഒരു ക്ലൈം നമുക്ക് പ്രോസസ്സിങ്ങിന് വരുന്ന സ്റ്റെപ്സുകളാണ് ഈ പറഞ്ഞേക്കണേ കേട്ടോ. പ്രോസസ്സിംഗ് എ ക്ലൈം, ഒരു ക്ലൈം പ്രോസസ് ചെയ്യാനായിട്ട് പറയുന്ന സ്റ്റെപ്പുകളാണ്. പ്രോസസ്സിംഗ് എ ക്ലൈം കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. ഏതൊക്കെ സ്റ്റേജുകളാണ് നോക്കിയേ? ഒന്നാമത്തെയാണ് ഓൺ occurring an unfortunate event, the incident must be informed to your insurance provider. This process is known as pricing a claim.
ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഓൺ ഒക്കറിങ് ആൻ അൺഫോർച്ചുനേറ്റ് ഇവന്റ്. അതായത് നമുക്കൊരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം വരികയാണെങ്കിൽ, അല്ലെ, ഒരു അപകടം പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യമുള്ള കാര്യമാണോ? അല്ലെങ്കിൽ ഒരു അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമുള്ള കാര്യമാണോ? അൺഫോർച്ചുനേറ്റ്, അതാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ എന്തെങ്കിലും അപകടം, എന്താ പറയാ, രോഗങ്ങളൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ക്ലെയിമും കാര്യങ്ങളും കിട്ടുന്നേ. ഇൻഷുറൻസ് എടുത്ത് നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് പറ്റുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ സംഭവം നമ്മൾ ചെയ്യണം. ആദ്യം എന്താ ചെയ്യണ്ടേ? ദ ഇൻസിഡന്റ് മസ്റ്റ് ബി ഇൻഫോംഡ് ടു യുവർ ഇൻഷുറൻസ് പ്രൊവൈഡർ. ആ ഒരു സംഭവം ഇൻഷുറൻസ് പ്രൊവൈഡറിനെ അറിയിക്കണം. ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താ? ഇൻഫോംഡ് ടു യുവർ ഇൻഷുറൻസ് പ്രൊവൈഡർ. അണ്ടർലൈൻ ചെയ്തോട്ടോ. ആ ഒരു സംഭവം നമ്മൾ മിണ്ടാതിരുന്നാ മതിയോ? അപകടം പറ്റി ഞാൻ മിണ്ടാതിരുന്നെങ്കിൽ എനിക്ക് ആരും ക്ലെയിം തരും? അല്ലെ, എനിക്ക് ആരും ഇൻഷുറൻസ് എമൗണ്ട് തരും? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഇൻഷുറൻസ് പ്രൊവൈഡർ, അത് ഏജൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരിട്ട് കമ്പനി ആയിക്കോട്ടെ, നമ്മൾ ആ ഇൻഷുറൻസ് കമ്പനിയെ, ഇൻഷുറൻസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? കമ്പനി അല്ലെങ്കിൽ ഏജൻസി, അവരെ അറിയിക്കണം. അതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. ദിസ് പ്രോസസ്, അപ്പൊ അവരെ അറിയിക്കണം എന്ന് പറഞ്ഞു. ആ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്? ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് റൈസിംഗ് എ ക്ലെയിം. ആ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്? റൈസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഓൺ ഒക്കറിങ് ആൻ അൺഫോർച്ചുനേറ്റ് ഇവന്റ്, ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ ഇൻഷുറൻസ് പ്രൊവൈഡറിനെ അറിയിക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് റൈസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തേ. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് റൈസിംഗ് എ ക്ലെയിം. അത് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മള് എന്ത് ചെയ്തു? ആ ഇത് ഉണ്ടായ അപകടമാണെങ്കിൽ അപകടം, അസുഖമാണെങ്കിൽ അസുഖം, അത് ഇൻഷുറൻസ് പ്രൊവൈഡർ, നമുക്ക് എന്ത് സംഭവമാണ് ഉണ്ടായത് അത് നമ്മൾ അറിയിക്കണം. അതിനെയാണ് റൈസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് അറിയോ? ഫയൽ ചെയ്യണം. ഇനി ഫയലിംഗ് എ ക്ലെയിം. രണ്ടാമത് എന്താ ചെയ്യണ്ടേ? ഫയലിംഗ് എ ക്ലെയിം ഇൻവോൾവ്സ് എന്താ? ഫില്ലിംഗ് ഓഫ് ക്ലെയിം ഫോം. രണ്ടാമത് എന്ത് ചെയ്യണം? ആ ക്ലെയിം ഫോം നമ്മൾ ഫില്ല് ചെയ്യണം ഓൺ ദ ഇൻഷുറർ വെബ്സൈറ്റ് ഓർ ബ്രാഞ്ച് ഓഫീസ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അറിയിച്ചു, അത് 24 hours അറിയിക്കണം എന്നുണ്ട് അല്ലെ. അപ്പൊ അത് ആദ്യം നമ്മുടെ സംഭവം അവരെ അറിയിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മള് ആ ഫയൽ ചെയ്യണം, നമ്മുടെ ക്ലെയിം ഫയൽ ചെയ്യണം. അതായത് നമ്മൾ ആ ഫോമില്ലേ, ആ ഫോം, ഇൻഷുറൻസിന്റെ ആ ഫോം, അത് ഇൻഷുററിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിലോ നേരിട്ട് പോയിട്ട് ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത നോക്കിയേ, documents that support the authenticity of the claim must also be submitted. ഇനി എന്താ? ഇത് നമ്മൾ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിശ്വസിക്കോ? ഇനി ചിലപ്പോ എന്താ? ആ ഒരു സംഭവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. Documents that support the authenticity of the claim. ആ ക്ലൈമില്ലേ, ആ ക്ലൈമിന്റെ കൃത്യത, authenticity എന്ന് പറയുന്ന കൃത്യത. അപ്പൊ അത് കുറച്ചും കൂടി അതിനൊരു ഇത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഡോക്യുമെന്റ്സും കൂടി എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. Documents that support the authenticity of the claim must also be submitted. അത് കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇനി 3 കാര്യങ്ങൾ ഓക്കെ ആയോ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇൻഷുറൻസ് പ്രൊവൈഡറിനെ ആ ഒരു സംഭവം അറിയിച്ചു. അതിനെയാണ് പ്രോസസ് ഓഫ് ക്ലെയിം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ആ ക്ലെയിം ഫോം ഫില്ല് ചെയ്തു അല്ലെ. ഒന്നിലെ വെബ്സൈറ്റ്, ഇൻഷുററിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിലോ പോയിട്ട് ആ ഫോം എന്ത് ചെയ്തു? ക്ലെയിം ഫോം ഫില്ല് ചെയ്തു. പിന്നെ മൂന്നാമത് എന്ത് ചെയ്തു? നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് അല്ലെ, അതിന്റെ കൃത്യതേനെ നമ്മൾ വെറുതെ പറഞ്ഞാൽ പറ്റൂല. അപ്പൊ അതിന്റെ കൃത്യതേനെ കാണിക്കുന്ന എവിഡൻസ് നമ്മൾ അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അഡ്മിറ്റ് ആയെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കൂല അതിന്റെ കൂട്ടത്തില് അല്ലെ. മെഡിസിൻസ് എല്ലാം, മരുന്ന് മേടിച്ചതിന്റെ സംഭവങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത് അത് സബ്മിറ്റ് ചെയ്തു. ദെൻ അടുത്ത നോക്കിയത് ഇൻഷുറൻസ് പ്രൊവൈഡർ റിവ്യൂ ദ ക്ലെയിം. ഇൻഷുറൻസ് പ്രൊവൈഡർ കമ്പനി എന്ത് ചെയ്യുന്നു? ആ ക്ലെയിം റിവ്യൂ അവലോകനം ചെയ്യും. ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് വാലിഡിറ്റി, അത് കൃത്യമാണോ,
അതിന്റെ വാലിഡിറ്റി ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്തില്ലേ, ഡോക്യുമെന്റ്സും ഇതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തു, ഫോമും ഒക്കെ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നാലാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഇൻഷുറൻസ് പ്രൊവൈഡർ ആ ക്ലൈമിനെ എന്ത് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് വാലിഡിറ്റി, അതിന്റെ വാലിഡിറ്റി വാലിഡിറ്റി അതായത് അതിന്റെ ആ എത്ര സമയത്തേക്കാണ് ആ ഒരു വാലിഡിറ്റി അതിനെ ഇവാലുവേറ്റ് ചെയ്യും, അതിന്റെ കൃത്യതയൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. ഇനി if it fulfill the terms and condition stated in your policy, ഈ നമ്മുടെ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് ഫുൾഫിൽ ചെയ്യാണ്, അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാം ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, the insurer approves the claim, ഇൻഷുറർ എന്ത് ചെയ്യും, ക്ലൈം അപ്രൂവ് ചെയ്യും. ആ കമ്പനി ഇൻഷുറർ ക്ലൈം അപ്രൂവ് ചെയ്യും. ക്ലിയർ ആയോ? എല്ലാം ഫുൾഫിൽ ചെയ്യാണ്, എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും പോളിസി പറഞ്ഞേക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷുറർ കമ്പനി ആ ക്ലൈം അപ്രൂവൽ തന്നു നമുക്ക്. Once the approved, the insurance company will pay the benefit stated in the policy document. ആ പോളിസി ഡോക്യുമെന്റ് പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ പേയ്മെന്റ് അല്ലേ, അപ്പൊ ആ പൈസ ഇൻഷുറൻസ് പോളിസി ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ്സ് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യും. ഇനി ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലൈം യുവർ ബെനിഫിഷ്യറി റിസീവ് ദ പേ ഔട്ട്. ഇനി നമ്മള് ലൈഫ് ഇൻഷുറൻസിലാണെങ്കിൽ LIC ഇല്ലേ, അതിലാണെങ്കിൽ ബെനിഫിഷ്യറി റിസീവ് ദ പേ ഔട്ട്. പേ ഔട്ട് എന്ന് പറഞ്ഞത് ഒരു ക്ലൈം സ്വീകരിക്കുമ്പോൾ, അതായത് ഒരു പോളിസി ഉടമയ്ക്ക് നൽകുന്ന തുകയാണ് പേ ഔട്ട് എന്ന് പറഞ്ഞിട്ടോ. പേ ഔട്ട് താഴെ കൊടുത്തേണ്ട്, എ പേ ഔട്ട് മീൻസ് സം ഓഫ് മണി ഗിവൺ ടു പോളിസി ഹോൾഡർ. പോളിസി ഹോൾഡറിന് നൽകുന്ന സം ഓഫ് മണിയാണ്. when a claim is accepted, ഒരു ക്ലൈം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ പോളിസി ഹോൾഡറിന് കൊടുക്കുന്ന ഒരു സം ഓഫ് മണി, അതാണ് പേ ഔട്ട് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തു കേട്ടോ, അതായത് നമുക്ക് കൊടുക്കുന്ന പൈസ. ഓക്കെ, the insurer might, for approval ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, the insurance company will pay the benefit stated in your policy document. അത്രയും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി. ആ പോയിന്റിൽ ഫുൾ ആയിട്ട് വേണമെന്നില്ല. പിന്നെ പേ ഔട്ട് എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാം. Pay out means a sum of money given to policy holder when a claim is accepted. ഒരു ക്ലൈം അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് പോളിസി ഹോൾഡറിന് നൽകിയിരിക്കുന്ന മണി, അതാണ് പേ ഔട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത് നോക്കിയേ, the insurer might be ready to provide an upfront lump sum amount or the might stagger the payout as regular payments depending on the terms of your policy. ഇനി നമ്മുടെ പോളിസിയിൽ എങ്ങനെയാണ് ആ പേയ്മെന്റ് പറഞ്ഞേക്കുന്നത്, റെഗുലർ പേയ്മെന്റ്സ് ആയിട്ട്, അതായത് പോളിസിയുടെ നിബന്ധനകൾക്ക് അനുസരിച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് ഈ തുക ഒന്നിലും ഒറ്റ തുകയായിട്ട്, ഒറ്റ എമൗണ്ട് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ, അതായത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് വിഭജിച്ച് കൊടുക്കാം. ഓക്കെ, ലംബ് സം എന്ന് വെച്ചാൽ എന്താ, ഒറ്റ തുകയായിട്ട് കൊടുക്കാവുന്ന. The insurer might be ready to provide an upfront lump sum amount or it might stagger the payout as regular payments depending on the terms of your policy. നമ്മുടെ പോളിസിയിലെ നിബന്ധനകൾക്ക് അനുസരിച്ച്, പോളിസിയുടെ അനുസരിച്ച് ഒന്നില്ലെങ്കിൽ ഇത് ഒറ്റ തുകയായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് റെഗുലർ പേയ്മെന്റ്സ് ആയിട്ട്, നമുക്ക് എന്താണ് ഈ പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പോയിന്റ്സ് ഓക്കെ ആണോ ഒന്ന് നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. 2, 4, 6, 7 പോയിന്റ്സ്, 2 കൂടെ ഉള്ളത് ബാക്കി. നിങ്ങളത് ആ ഒരു ഓർഡർ അനുസരിച്ച് ഒന്ന് നോക്കി വെക്കുക കേട്ടോ.
ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ആദ്യം ആ ഇൻസിഡന്റ് അറിയിക്കണം, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. അതിനെയാണ് പ്രൈസിംഗ് ക്ലെയിം എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? നമ്മളവിടെ ഫോം ഫില്ല് ചെയ്യണം. വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിലോ പോയിട്ട് ആ ഫോം എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അതായത് ഫയലിംഗ് എ ക്ലൈം എന്ന് അത്രയും നോക്കിയാൽ മതി. ഫയൽ ചെയ്യണം, ഫയലിംഗ് എ ക്ലൈം. ഫോം ഫില്ല് ചെയ്തു. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് കൂടി സബ്മിറ്റ് ചെയ്യണം. ഇനി അതെന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് പ്രൊവൈഡർ അതായത് കമ്പനി അതിന്റെ വാലിഡിറ്റി ഇവാലുവേറ്റ് ചെയ്യും. അതിന്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവിടെ പോളിസി പറഞ്ഞിരിക്കുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇൻഷുറർ ആ ക്ലെയിം അപ്രൂവ് ചെയ്യും. ഇനി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താണ്? നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടും അല്ലെ? പോളിസി ഡോക്യുമെന്റ് അനുസരിച്ച് കമ്പനി പേ ചെയ്യും, ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത്, ഇനി അവിടെ എങ്ങനെയാണ് ബെനിഫിറ്റ് കിട്ടുന്നതെന്ന്, ഒന്നില്ലെങ്കിൽ ലംബസം ഒറ്റ തുകയായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ പോളിസിയിൽ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ആ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ലംസം ഒറ്റ തുകയായിട്ടോ കിട്ടും. ഇത്ര ആർക്കെങ്കിലും സംശയം ഉണ്ടോ പ്രൊസീജിയർ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇതൊന്നും ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ അതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എങ്ങനെയാണെന്നുള്ളത്. അതിനകത്ത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഒന്നാമത്തേത് റൈസിംഗ് ആൻഡ് ക്ലൈം എന്നുള്ളത് ആ പ്രോസസ്സ് അതൊന്ന് നോട്ട് ചെയ്യണം. പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ഏതാണ്? പേ ഔട്ട് എന്താണെന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ഇനി അടുത്ത് നോക്കിയേ, nevertheless, sorry, അതിന് മുന്നേ ഒരു പോയിന്റ് ഉണ്ട്. The time insurer take to confirm and to pay the insured sum different on case-to-case basis. The claim settlement take only few days if documents are there in order. ഇനി അടുത്തത് എന്താണ്? നമുക്ക് അതിനകത്ത് ഈ ഇൻഷുറർ ആ തുകയില് ഇൻഷുർ ചെയ്ത തുക അത് സ്ഥിരീകരിക്കണം, കൺഫേം ചെയ്യാമെന്ന് സ്ഥിരീകരിക്കാം. അത് പേ ചെയ്യാന്ന് വെച്ചാൽ അടയ്ക്കാനും ഇൻഷുറൻസ് എടുക്കുന്ന സമയമില്ലേ ഒരേ കേസിന്റെയും അടിസ്ഥാനത്തിലാക്കി. അതായത് ഇപ്പൊ ഞാനിപ്പോ കൊടുത്തതിന് ചിലപ്പോ എനിക്ക് പെട്ടെന്ന് കിട്ടും, പക്ഷെ എന്റെ ഒപ്പം വേറെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ ആ എമൗണ്ട് ആ ക്ലൈം ചിലപ്പോ കുറച്ചുകൂടി വൈകിയായിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും ഒരുപോലെ കിട്ടില്ല. ചിലര് കൊടുത്തു കഴിഞ്ഞാൽ വേഗം കിട്ടും, ചിലർക്ക് കുറച്ച് വൈകും. അതാണ് പറഞ്ഞത്, ആ ടൈം കുറച്ച് വൈകുന്നത്. ടൈം ഇൻഷുറൻസ് ടേക്ക് ടു കൺഫേം. അപ്പൊ അത് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാനും എന്നിട്ട് അതിന്റെ പേയ്മെന്റ് ഇൻഷുർഡിന് കൊടുക്കാനും അതിന് ഓരോന്നിനും എന്താ വെച്ചാൽ അതിനെടുക്കുന്ന സമയം വ്യത്യാസമായിരിക്കുന്നു. ക്ലൈം സെറ്റിൽമെന്റ് ടേക്കൺ only a few days. പെട്ടെന്ന് തീരും. എങ്ങനെയാണെങ്കിൽ if the document are in order. നമ്മൾ കൊടുത്ത എല്ലാ ഡോക്യുമെന്റും ഓർഡറിലാണ്, ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വേഗം നമുക്കത് സാങ്ഷൻ കിട്ടും. അതായത് ഇൻഷുറൻസ് എമൗണ്ട് നമുക്ക് വേഗം കിട്ടും. ഇത് നമ്മൾ വെച്ചാൽ എന്തെങ്കിലും മിസ്സായി പോവോ, അല്ലെങ്കിൽ ഡോക്ടർ ഡിസ്ചാർജ് സമ്മറി വെച്ചില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെച്ചില്ല, അങ്ങനെയൊക്കെ ആവശ്യത്തിനുള്ള പ്രൂഫ് അവിടെ കൊടുത്തില്ല, ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് വെരിഫൈ ചെയ്യാനൊക്കെ കുറച്ചും കൂടി സമയമാവും. അപ്പൊ പെട്ടെന്ന് അല്ലേ, അതങ്ങനെയല്ലേ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്കത് റെഡിയായി കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സമയം എടുക്കും. എല്ലാ പ്രൂഫും ഉണ്ടായാലായിട്ട് നമുക്ക് വേഗം അത് ആവൂലേ. എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് ആണെങ്കിൽ വേഗം അത് സാങ്ഷൻ. നമ്മുടെ ഒരു ലോൺ വെച്ച് അന്നേരം അതിൽ എല്ലാ ഡോക്യുമെന്റ്സും ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആ ലോൺ അനുവദിക്കൂലേ. ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ലോൺ പെട്ടെന്ന് കിട്ടണമെന്നില്ല നമുക്ക്. അപ്പൊ അതുപോലെ തന്നെയാ നമ്മൾ കൊടുക്കുന്ന ആ ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാണെങ്കിൽ എന്താണ് കറക്റ്റ് ഓർഡറിലാണെങ്കിൽ പെട്ടെന്ന് ആ ക്ലൈം സെറ്റിൽമെന്റ് നടക്കും, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, to make sure that the claim are dispersed without delay in the case of necessity, you must look into the insurer trustworthiness and customer service of record before buying the insurance. ഇനി നമ്മളുണ്ടല്ലോ ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ആ ഇൻഷുററിന്റെ ആ ഇൻഷുറൻസ് അല്ലെങ്കിൽ കമ്പനി അതിന്റെ വിശ്വസ്തത അല്ലെങ്കിൽ അതിന്റെ കസ്റ്റമർ സർവീസ് റെക്കോർഡ് നമ്മൾ ആ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ അത് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആലോചിക്കൂലേ
അത് അങ്ങനെ എല്ലാവർക്കും അത് ഇൻഷുറൻസ് കമ്പനി പെട്ടെന്ന് ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതാണോ? അല്ലെ? അങ്ങനെയുള്ള അതിന്റെ മുൻകാല ചരിത്രം ഒന്ന് നോക്കും നമ്മള്. കസ്റ്റമർ സർവീസ് റെക്കോർഡ് നോക്കും. അതുപോലെ ഇൻഷുററിന്റെ ട്രസ്റ്റ് വർത്തിനായി വിശ്വസ്തത ഇതെല്ലാവരും നോക്കും നമ്മൾ. ആ കമ്പനി നല്ല വിശ്വസ്തമായിട്ടുള്ള കമ്പനിയാണോ, കസ്റ്റമർ സർവീസ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ട് അത് നമ്മൾ ആ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. Nevertheless, if the necessity that they must reveal all the details about your health and lifestyle habit to your insurer. എന്താ പറഞ്ഞേക്കണേ? If the necessary that you must reveal detail your health and lifestyle habit to your insurer. നമ്മൾ ഇൻഷുററിനോട് ഹെൽത്ത് ആൻഡ് നമ്മുടെ ആരോഗ്യം, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റുകള് അതിന്റെ ഡീറ്റെയിൽസുകള് എന്ത് ചെയ്യണം? അത് നമ്മള് വെളിപ്പെടുത്തണം. നമ്മളൊന്നും മറിച്ച് ഇപ്പൊ നമുക്ക് വല്ല അസുഖങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ പറയണമെന്ന്. when you buy ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഒക്കെ ഇൻഷുററിനോട് പറയണം. The insurer can reject a claim on your policy if you conceal or mistake any factor. ഇനി നമ്മൾ പറഞ്ഞ വസ്തുതകളില്ലേ, അത് എന്തെങ്കിലും തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും നമ്മളൊരു വിശ്വാസവഞ്ചന കാണിക്കോ, അല്ലെങ്കിൽ അതിലെതിരെ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ക്ലെയിം റിജക്ട് ചെയ്യും അവര്. ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വസ്തുതകളോ മറച്ചു വെക്കോ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ നമ്മള് അവര് ആ ഒരു കമ്പനി എന്ത് ചെയ്യുന്ന അറിയോ? ആ ക്ലെയിം റിജക്ട് ചെയ്യും. ഓക്കെ, അത് ഇത്രയൊന്ന് വായിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇനിയുണ്ടല്ലോ, ഇനി അടുത്തത് ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ആണ്. ഇത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒരു ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്. ഒരു ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അവര് എങ്ങനെയാണ് ക്ലെയിം, അവരുടെ ക്ലെയിം എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻഷുറൻസ് ആണ് നമ്മൾ പറഞ്ഞില്ലേ, ബജാജ് അലയൻസിന്റെ ഇത് പറഞ്ഞില്ല, കമ്പനിയുടെ ഇത് പറഞ്ഞപ്പോൾ. അപ്പൊ അത് അവർക്കുടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് അവരെങ്ങനെയാണ് ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കുന്നത്, അതിന്റെ പ്രോസസ് ആണ്. ആദ്യം എന്താ ചെയ്യാ? നിങ്ങൾക്കത് ഓക്കെ ആണോ? ക്ലിയർ ആവുന്നത്? സ്ക്രീനാണ് കിടക്കണേ. നിങ്ങൾക്ക് അത് ടെക്സ്റ്റിൽ വായിക്കാൻ പറ്റുണ്ടോ? ഇവിടെ ഷെയർ ചെയ്തേക്കുന്നതിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്താ എഴുതി വെച്ചേക്കണേന്നുള്ളത്? സ്ക്രീൻ ഇല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അത് എന്താണോ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അതെ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് നോക്കട്ടെ. ഇത് കുറച്ച് നേരം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. ഓൾറെഡി സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെ സ്ക്രീൻ ഷെയർ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും അത് പോകുകയാണ് ഷെയർ ചെയ്തത്. ഇത്ര നേരത്തേക്ക് ഇത് ഷെയറിങ് ക്ലിക്കൊന്നും അറിയാൻ പാടില്ല. ഓക്കെ ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടോ ടെക്സ്റ്റില്? സോം ചെയ്തിടാൻ പറ്റുന്ന
ഓക്കെ, ഞാൻ എന്തായാലും വായിക്കാം, നോക്കി. കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ഒന്നാമത് എന്താ ചെയ്യുന്നത്, ഒരു ബജാജ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണോ കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നോക്കിയേ, കസ്റ്റമർ അപ്രോച്ച് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ടു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്. ആദ്യം എന്ത് ചെയ്യും, ആ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിനായിട്ട് കസ്റ്റമർ ഹോസ്പിറ്റലിനെ സമീപിക്കും. അതാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആ പേഷ്യന്റ് കസ്റ്റമർ ഹോസ്പിറ്റലിനെ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റൽ നെറ്റ്വർക്കിനെ സമീപിക്കുന്നു. ഒന്നാമത് കണ്ടോ, ആളെ കണ്ടില്ലേ, അയാൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടി, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനെ സമീപിക്കുന്നു. ഇനി അവിടെ എന്താണെന്നറിയോ, ഹോസ്പിറ്റൽ verifies the customer details and sent pre-audit by fax. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നു എന്നറിയോ, അവിടെ ഹോസ്പിറ്റല് എന്ത് ചെയ്യുന്നു, the hospital verifies the customer details. അപ്പൊ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു, ആ ഹോസ്പിറ്റല് വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു അറിയോ, ആ ബജാജ് അലയൻസ് കമ്പനിയിൽ, ഇൻഷുറൻസ് കമ്പനി ബജാജ് അലയൻസ് കമ്പനിയിലേക്ക് ഫാക്സ് മുഖേന ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. ക്ലിയർ ആണെന്നുണ്ടോ പറയണത്? ഒന്നാമത്തെ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിനെ സമീപിക്കുന്നു. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ നെറ്റ്വർക്കിനെ സമീപിക്കുന്നു കസ്റ്റമർ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? അത് കുഞ്ഞിതാക്കിയ കിടക്കുന്നേ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സുമൗണ്ട് ചെയ്യാൻ പറ്റും, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടിട്ടും ഇത് പറ്റുന്നില്ല ഇതിനകത്ത് നോക്കിയിട്ട്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വായിക്കാൻ പറ്റുന്നില്ല. അതൊന്ന് 5 മിനിറ്റ് കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല. സ്ക്രീൻ ക്ലിയർ ഇല്ല, സ്ക്രീൻ വീണ്ടും പോയി. ഓക്കെ, എന്നാൽ നമുക്ക് അവിടെ വെച്ചിട്ട് എന്നാൽ നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ സ്ക്രീൻ ഷെയർ ഒന്നോടെ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അല്ല ടെക്സ്റ്റ് എടുത്ത് വെച്ചാലാണ് നിങ്ങൾക്ക് അത് നോക്കട്ടെ കേട്ടോ, വരുമെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതെന്താണെന്നോ, ഇതോടെ ഷെയറിങ്ങും മറ്റുള്ള പിള്ളേരെ ഒന്നോടെ നോക്കട്ടെ. എല്ലാ ക്ലാസ്സിലും അതെ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ കയറിയിട്ട് 27 അതുകൊണ്ട് ഞാൻ അവസാനം കുറെ നേരം ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുത്തു. ഷെയർ ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും അത് പോക്കാണ്. അപ്പൊ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്നൊന്നും ആയിരിക്കില്ലല്ലോ ചിലരൊക്കെ ക്ലാസ് കാണുന്നത്, ജോലി സ്ഥലത്തും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള തിരക്കിലായിരിക്കും. അപ്പൊ പിന്നെ അവരുടെ ടെക്സ്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവർക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണെങ്കിൽ വേഗം നമ്മൾ അണ്ടർലൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നതുകൊണ്ടേ വേഗം ചെയ്യാനും പറ്റുമല്ലോ. അപ്പൊ അവർ മിസ്സേ ഞങ്ങളുടെ ടെക്സ്റ്റും ഇല്ല, സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പാടാനും പറഞ്ഞിട്ട് അപ്പൊ അതെടുത്തിട്ടാണെങ്കിൽ ചെയ്യാനും പറ്റുന്നില്ല. എന്നോട് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ. കുറച്ചു നേരം ആ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഷെയർ ചെയ്തിട്ടാലും നിങ്ങൾക്ക് കുറച്ചു നേരം കഴിഞ്ഞ് ആകുമ്പോഴത്തേക്കും അങ്ങനെ വീണ്ടും ഇതോ. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. എന്തായാലും നാളെ ഉണ്ടല്ലോ, അപ്പൊ ബാലൻസ് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, പറ്റുള്ള പിള്ളേരെ കുറെ നോക്കിയിട്ട് പറ്റുള്ള എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെയായിരുന്നോ നിങ്ങക്ക്?
മൊഡ്യൂളിന്റെ ഇതാണ് വന്നേക്കുന്നത്. അത് ടെക്സ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. വേറെ ഫയലിലേക്ക് ഇട്ടിട്ട് ഇല്ല അവിടെ. നോടെ ചെയ്ത് നോക്കാം. അതായത് 2-3 മിനിറ്റ് അല്ലേ ഉള്ളൂ. ബാലൻസ് നമുക്ക് നാളെ ഉണ്ടല്ലോ, കണ്ടിന്യൂഷൻ അല്ലേ. എടുക്കാം. എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണല്ലോ നിങ്ങക്ക്? അതെ അല്ലേ? ഓപ്പൺ ആക്കി സ്ക്രീൻ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇനി എന്തായാലും നമുക്ക് എന്നാ നാളെ നോക്കിയാൽ മതി കേട്ടോ. എന്നാ നാളെ നോക്കാം. നാളത്തേക്ക് ഒന്നോടെ പറയാം. അവിടെ പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കലിൽ അവരോട്. എന്നുവെച്ചാൽ സ്ക്രീൻ കാണുന്നില്ല എന്നുള്ളത്. അത് ചിലപ്പോ ചിലരുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലാതെ വരുമ്പോ സ്ക്രീന് കാണാൻ എന്താ പറയാ, ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഓപ്പൺ ചെയ്തിട്ടിട്ടും ആവുന്നില്ല. അടുത്ത ക്ലാസ്സിലേക്ക് നോക്കട്ടെ കേട്ടോ. നാളത്തേക്ക് നമുക്കത് റെഡിയാക്കാം. ഓക്കെ, എന്നാ ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇവിടെ വരെയുള്ളത് നോക്കി വെച്ചേരെ കേട്ടോ. ആ ക്ലൈം പ്രോസസ്സിന്റെ ആരും പറഞ്ഞു, പിന്നെ TPA എക്സാമ്പിൾസ്, ഏജൻസിയുടെ പേരുകള്, പിന്നെ അവിടെ TPA റോള്, ആരാണ് TPA എന്ന് പറയുന്നത്, പിന്നെ അങ്ങനെ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ബാക്കിയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകളും ഒന്ന് നോക്കി വെച്ചേരെ കേട്ടോ. ഓക്കെ ബൈ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.